യേശുനാഥൻ ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ നിന്നോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഭാരം മാറ്റാൻ നീ അവനെ അടുത്തറിയുക. നിന്റെ ഭാരം മാറ്റാൻ അവന്റെ വചനത്തിൽ തികവുള്ളവനാകുക. അവൻ ചിലത് നഷ്ടമാക്കാൻ നീ തയ്യാറാകുക. മൂന്നാമത് പറഞ്ഞത് രുചിച്ചറിയുക. ഈ ഭൂമിയിൽ അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്തുവിനെ നേടുന്നത്. സഹോദരിമാരെ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ നോക്കി ദൈവശബ്ദം പറയുകയാണ്. ചിലർ അവന് വേണ്ടി നേടാൻ, ദൈവസഭയ്ക്ക് വേണ്ടി നേടാൻ നീ തയ്യാറാണെങ്കിൽ അവന്റെ ആഗ്രഹം ദൈവികമാണ്. നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കണ്ണീരോട് വിളിക്കുന്നവർ ആർപ്പോട് പോയി ക്രിസ്തു ജീവനായ, ക്രിസ്തു മാതൃകയായ, ക്രിസ്തു നേട്ടമായ, ക്രിസ്തു ശക്തിയായ ദേശിക്കുള്ള ദൈവത്തിന്റെ പൈതലെ നിന്റെ ജീവിതം ക്രിസ്തുവിനെ നേടുവാനായിരിക്കട്ടെ. അപ്പൊ പലരും വേദനയായിട്ട് ഇന്ന് തോന്നുന്ന പല വിഷയങ്ങളും അത് മാനുഷികമാണ്. ദൈവികമായ വിഷയത്തിൽ എന്തോ ഉണ്ടായി? സന്തോഷമേ ഉള്ളൂ. അവിടെ കുറിപ്പുണ്ടോ? ഇല്ല. അവിടെ അസൂയുണ്ടോ? ഇല്ല. അവിടെ ഭാരമില്ല. അവിടെ ഒരുവനേക്കാൾ ഒരുവൻ എങ്ങനെ ഭാരവെക്കാവുന്നല്ല. ഒരുവനേക്കാൾ ഒരുവൻ ശ്രേഷ്ഠനെന്ന് ഒരുത്തനെ ദാസനെ അടുത്ത ആളെ കൊണ്ട് ഭാരവെപ്പിക്കാന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഒരുവനേക്കാൾ ഒരുവന് ശ്രേഷ്ഠതയുണ്ടെന്ന്. അപ്പൊ ഇവിടെ എന്തോ വ്യത്യാസം? ഇവിടെ സന്തോഷം. ഇപ്പൊ ദൈവസഭയിൽ എന്തോ വേണം? എന്താ വേണമെന്നാ പറയുന്നത്? രാത്രി സന്തോഷക്കുറവുണ്ടോ? ഇല്ല. പാട്ടും പാർട്ടി ആരാധന ഉണ്ടോ? Is everybody here? Yes. Hallelujah. Praise Lord. Everybody here right now? സന്തോഷക്കുറവുണ്ട്. Praise the Lord. അപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ എന്തുണ്ട്? അവിടെ പാട്ടുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ എന്തുണ്ട്? അവിടെ ആരാധനയുണ്ട്. അവിടെ ഇൻസ്ട്രുമെന്റിന്റെ ആരാധന മാത്രമല്ല. Here everybody, എന്റെ ഉള്ളത്തിൽ നിന്ന് വരുന്ന സന്തോഷം. നാം സാധാരണ സൺഡേ സ്കൂളിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്. യേശു വന്ന ഉള്ളത്തിൽ. ഇപ്പൊ ഇതവേ യേശു വന്ന ഉള്ളത്തിൽ സന്തോഷം. ഇപ്പൊ യേശു വന്ന ഉള്ളത്തിൽ ആരായിരിക്കുന്നതെന്ന് പോലും ചില സമയത്ത് സംശയിച്ചു. പക്ഷെ യേശു വന്ന ഉള്ളത്തിൽ സന്തോഷമാണ്. യേശു വന്ന ഉള്ളത്തിൽ ഇമ്പഗീതമാണ്. യേശു വന്ന ഉള്ളത്തിൽ എന്നും ആനന്ദമാണ്. അപ്പോൾ ആരാധിക്കുന്ന ദൈവമൈതലേ, നീ സംശയിക്കരുത്. രാത്രി ഈ വചനം പറയുമ്പോ ഹൃദയങ്ങളിൽ സംശയം ഭാഗിരിക്കുന്ന ജീവിതമേ, യേശുവിന്റെ ആരാധനയിലേക്ക് നിന്നെ കൊണ്ടുവന്ന ദിവ്യനായ പിതാവിന് ഒരു ഉദ്ദേശമുണ്ട്. ഉച്ചത്തിൽ ഘോഷിക്കാനോ, ഉച്ചത്തിൽ ആരാധിക്കാനോ. അപ്പൊ നാളത്തെ സൺഡേ മാത്രം ആരാധിക്കാനുള്ളതല്ല. ഓരോ ദിവസവും നിന്റെ വീട്ടിൽ ആരാധിക്കണം. നിന്റെ ആരാധന അത് സഭയിൽ സന്തോഷത്തോടെ എന്തോ ചെയ്യണം? പരിഹരിച്ചിട്ട് മാത്രമേ അത് പാസ്റ്റർ തോമസ് അബ്രഹാമോ പാസ്റ്റർ ജോസഫ് ജെയിംസോ കൈവച്ചാൽ മാറുന്നതല്ല. ആരനുഗ്രഹിക്കണം? സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വലിയ മെസ്സേജ് തരാൻ വന്നതല്ല, ഇത് പറയാൻ വന്നതാണ്. കഴിഞ്ഞ നാളിലെ സന്തോഷം തിരികെ എടുക്കണം. സഹോദരി സഹോദരന്മാർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമായി സംസാരിക്കണം. ദൈവമായി സംസാരിക്കുമ്പോൾ ആ ദിവ്യ സന്തോഷം നിങ്ങളുടെ മേൽ വ്യാപരിക്കാനിടയാകും. ഹല്ലേലൂയ. ഒന്നിച്ച് ആരാധിക്കാൻ പോകാൻ മാത്രമുള്ള വചനമേ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ സന്തോഷക്കുറവ് പരിഹരിക്കണം. ഒരുവനേക്കാൾ ഒരുവൻ ശ്രേഷ്ഠനെന്നീ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമേൽ കാരണമുണ്ട്. അവൻ രക്ഷിച്ചത് നിന്നെയാ. അവൻ രക്ഷിച്ചത് മറ്റൊരുവനെയല്ല, നിന്നെയാണ് രക്ഷിച്ചത്. ഇന്ന് രാത്രി പറഞ്ഞതുപോലെ ജീവൻ തന്നത് അവൻ നിനക്ക് വേണ്ടിയാണ്. അവൻ നിന്നെയാണ് കൈക്ക് വിളിച്ചു നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ രണ്ടാമത്തെ ആഗ്രഹം പത്രം വിളിച്ചു പറയുന്നു, എനിക്ക് അവനോട് കൂടെ ഇരിക്കണം. I want to abide with him. ഞാനതൊക്കെ പറയും, പക്ഷെ എനിക്കിരിക്കേണ്ടതുമല്ല. എനിക്ക് എൻജോയ്മെന്റ് ഉള്ള പല സ്ഥലത്തും ഇരിക്കണം. പക്ഷെ
want to rest in him. എനിക്ക് എൻ്റെ യേശുവിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ നേടുന്ന അല്ലെങ്കിൽ അടുത്തറിയുന്ന രുചിച്ചറിയുന്ന വചനത്തിൽ തികഞ്ഞുവെന്ന് ഫലവും നഷ്ടമായിട്ട് യേശു മാത്രം ലാഭമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വഴിയിൽ ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ സന്തോഷം വെളിപ്പെട്ടിട്ട് ജീവിതങ്ങളിൽ വിടുതൽ വ്യാപരിച്ച് ഓ ഹല്ലേലൂയ ഈ രാത്രികളിൽ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവന് എൻ്റെ ആഗ്രഹം ദൈവികമായിരിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം ഭക്തൻ വിളിച്ചു പറയുകയാണ്, എനിക്ക് അവനോട് ചേർന്നിരിക്കണം. I want to rest in him. രാത്രി ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു വലിയ ശബ്ദമില്ലാത്ത ഈ രാത്രിയിൽ വാത്സല്യ ദൈവമക്കളെ നമുക്ക് അവനോട് ചേർന്നിരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ലോകത്തിലെ ഏതെല്ലാം സുഖങ്ങളും നമ്മെ ആശ്വസിപ്പിക്കാൻ തയ്യാറാകുന്നു. എൻ്റെ യേശുവിനോടുകൂടെ അല്പസമയം എനിക്ക് ഇരിക്കണം. ആദ്യം വരെയും ഈ യാത്ര, ഈ സിയോൻ യാത്ര പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ ഈ പടക് മുങ്ങത്തില്ലെന്ന് എന്നോട് പറഞ്ഞ ഒരുവനുണ്ട്. പടക് മുങ്ങിപ്പോയെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഈ പടക് മുങ്ങത്തില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അവനോട് ചേർന്നിരിക്കണം. അവൻ നടന്നതുപോലെ നടക്കണം. ഓ ഹല്ലേലൂയ! ഇത് രാത്രിയിലെ സത്യദൂത ഇന്ന് രാത്രി പറയുന്നത് ഇത് വെറും കേവലം ഒരു കെട്ടുകഥയല്ല. ഇതിന്റെ വീട്ടിൽ ചേർക്കാവുന്ന ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് പറഞ്ഞു, വേഗം വന്ന് ചേർക്കുമെങ്കിൽ ഇന്ന് രാത്രി അവനോട് ചേർന്നിരിക്കാൻ അപ്പോസ്തലൻ പൗലോസ് ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവത്തോട് യേശുവിനോട് ചേർന്നിരിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ അടുത്തുള്ള വാക്യങ്ങൾ ഞാൻ ഓടിച്ചു പറയട്ടെ. അവൻ എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. ആദ്യം കർത്താവിനോടുകൂടെ വസിച്ചിട്ട് വേണം കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ പഠിക്കാൻ. കർത്താവിനോട് കൂടെയാണെന്ന് പേര് പറയുകയും നമ്മുടെ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്ന ആത്മീയ അനുഭവം നമുക്ക് വരാത്തതിന്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ വസിച്ചിട്ട് അവൻ അനുഭവിച്ച കഷ്ടതയുടെ ഫെലോഷിപ്പ്, വലിയ കൂട്ടായ്മ അനുഭവിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാകട്ടെ. അടുത്ത വാക്യത്തിൽ പറയുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ച് അറിയണം. ഇതെല്ലാം നല്ല ആഗ്രഹങ്ങളാണ്. ഒരു ബസ് വാങ്ങിക്കണമെന്നോ ഒരു കാറ് വാങ്ങിക്കണമെന്നോ ഒന്നും താൻ അവിടെ പറയുന്നില്ല. ശമ്പളമുള്ള ജോലി കിട്ടണമെന്നൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കും അത് പാസ്റ്റർ ആയതുകൊണ്ടാ, അപ്പസ്തോലനായതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കണ്ടയോ? ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് പാസ്റ്റർ അറിയത്തില്ല, ഇതിന്റെ വേദനയും വിഷമവും ഒന്നും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്നൊരു പക്ഷേ നീയും ഞാനും പറഞ്ഞേക്കാം. പക്ഷെ ഈ ഭക്തൻ പറയുകയാണ്, എനിക്ക് കഴിഞ്ഞ നാളിൽ യേശുവിനോട് അടുത്തറിഞ്ഞത് കൊണ്ട് പലതും നഷ്ടമായി പോയതല്ല, എനിക്ക് പരിജ്ഞാനത്തിന്റെ ആ ശ്രേഷ്ഠത എനിക്ക് വെളിപ്പെടുവാൻ, എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി. സഭയുടെ ദൂത് എനിക്ക് മനസ്സിലായി. സഭ എന്തെന്ന് മനസ്സിലായി. ക്രിസ്തു എന്തെന്ന് മനസ്സിലായി. വിശ്വാസികൾ എന്താണ്, ആരാണെന്ന് എനിക്ക് മനസ്സിലായി. തീർന്നില്ല. എനിക്ക് അവനോടുകൂടെ ഇരിക്കുമ്പോൾ എനിക്ക് അവന്റെ കൂട്ടായ്മ, അവൻ കഷ്ടം അനുഭവിച്ചത് എന്റെ മേൽക്കാണ്, എന്റെ മേൽക്കാണ്, എന്റെ മേൽക്കാണ്, എന്റെ മേൽക്കാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഒരു പണിയോട് ആത്മീയ യാത്ര ചെയ്യാനിടയായി. ആ കൂട്ടായ്മ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ ഭക്തൻ വിളിച്ചു പറയുന്നു, എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. എന്നെ ഉയർപ്പിച്ച ശക്തി, ഓ ഹല്ലേലൂയ, എന്റെ മേൽ പരിവർത്തിക്കുന്ന ശക്തി ഈ പ്രതിബദ്ധത്തിൽ അത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. എനിക്കതിന്റെ ആ ഭവമഹത്വം, അതിന്റെ ശക്തി, അതിന്റെ ഉള്ള അവസ്ഥ എനിക്ക് അനുഭവിച്ചറിയേണ്ടത് എന്റെ ഡിവൈൻ ഡിസിഷനാണ്, ആ തീരുമാനമാണ്. I want to know the resurrection power of the Lord Jesus. Amen. Hallelujah. എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. ഇന്ന് രാത്രി കണ്ണുകളടച്ച് ആരാധിക്കാൻ പോവുകയാണ്.